പ്രിയപ്പെട്ടവരെ, മോദിയുടെ ഭരണത്തിന്റെ തകർച്ച ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടും മോദി സ്തുതിപാഠകർ നിരവധിയായ പ്രചാരവേലകളിൽ ഏർപ്പെടുന്നുണ്ട്. മോദിയുടെ വികസനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായ വ്യാജ പ്രചരണങ്ങൾ അരങ്ങേറുന്നു. അത്തരം പ്രചരണങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നൽകുന്നത്, അതിനുള്ള പൊള്ളത്തരം വെളിവാക്കുന്ന വീഡിയോകളും സന്ദേശങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേണ്ടത്ര പ്രചരിക്കുന്നുണ്ട് എന്നതുകൊണ്ടും സാങ്കേതിക വിദ്യകളുടെ തകരാറുകൊണ്ടുമാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ കാലതാമസം നേരിട്ടത്. പക്ഷേ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം ഇങ്ങനെ ഒരു ഭീഷണമായ സാഹചര്യത്തെ നേരിടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായ പ്രചാരവേലകളിൽ ഭാഗഭാഗിത്വം വഹിക്കാതെ പോകുന്നതും തെറ്റാണ് എന്നൊരു ബോധ്യം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിരവധിയായ തട്ടിപ്പുകളാണ് മോദി അനുകൂലികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനത്തെക്കുറിച്ച്, മോദിയുടെ പ്രത്യേകമായ ഗ്യാരണ്ടികളെക്കുറിച്ചൊക്കെ നിരവധിയായ വ്യാഖ്യാനങ്ങൾ അവർ നൽകുന്നു, പ്രചാരവേലകൾ നടത്തുന്നു. അതിൽ ഒരു തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. മോദിയുടെ വലിയ മേന്മയായി പറയുന്നത് അദ്ദേഹം നമുക്ക് കോവിഡിന്റെ വാക്സിൻ നൽകിയെന്നാണ്. കോവിഡിന്റെ വാക്സിൻ മോദി നൽകി, മോദി മഹാനാണ്, കാരുണ്യവാനാണ് എന്ന പ്രചാരവേല ശക്തമാണ്. ഈ പ്രചാരകൃത ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മോദി നേരിട്ട് ഈ പ്രചാരവേല നടത്തിയിരുന്നു. കോവിഡ് വാക്സിന്റെ സർട്ടിഫിക്കറ്റിൽ തന്റെ പടം വരച്ചുകൊണ്ട് സ്വന്തം ചിത്രം അങ്ങനെ ആലേഖനം ചെയ്യുന്നൊരു ജളനായി ഒരു പ്രധാനമന്ത്രി മാറുന്നത് വളരെ കഷ്ടമാണ്, ദയനീയമായ സ്ഥിതിയാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ അതിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു യാത്ര അത്യാവശ്യമായി വരുന്നു. ആ യാത്രയിൽ പങ്കുചേരണമെങ്കിൽ എനിക്ക് വാക്സിനേഷൻ കൂടിയേ തീരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് വാക്സിനേഷൻ കഴിഞ്ഞ് എന്നെ കാണാൻ വരുന്നത്. അദ്ദേഹം സ്പുട്നിക് എന്ന വിദേശ നിർമ്മിത വാക്സിനാണ് സ്വീകരിച്ചത്. 2500 രൂപയിലധികം മുടക്കിയിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഞാൻ എൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, നമുക്ക് കോവിഷീൽഡിന് കാത്തിരിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല, നമുക്ക് സ്പുട്നിക് എടുക്കാം. അത് അദ്ദേഹം പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ടയാളാണ്. ഞാനാണെങ്കിൽ തീരെ ദരിദ്രനായ ഒരു നിവൃത്തിയില്ലാത്ത ആളുമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ സ്നേഹത്തോടെ കരുതുന്നു എന്ന ഭാവത്തോടെ ജീവിക്കുമ്പോൾ അദ്ദേഹം സ്പുട്നിക് എടുക്കുകയും വിലയില്ലാത്ത കോവിഷീൽഡ് എനിക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു മനസാക്ഷിയിലൊരു അസ്വസ്ഥത ഉണ്ടാവുന്നു. അതുകൊണ്ട് അദ്ദേഹം നിർബന്ധിക്കുന്നു, നമുക്ക് സ്പുട്നിക് എടുക്കാം. അങ്ങനെ അദ്ദേഹം തന്നെ എറണാകുളത്തുള്ള ലേക്ഷോർ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ബുക്ക് ചെയ്തതനുസരിച്ച് ഞാനും സ്പുട്നിക് വാക്സിൻ എടുക്കുന്നു. 2500 രൂപ എനിക്ക് വേണ്ടി അദ്ദേഹം മുടക്കിയിട്ടാണ്. അങ്ങനെ 2500 രൂപ മുടക്കി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിലും മോദിയുടെ ചിത്രമുണ്ട്. മോദി സൗജന്യമായി വാക്സിനേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചിത്രമെന്ന നിലയ്ക്കാണ് കോവിഷീൽഡിന്റെയും കോവാക്സിന്റെയും സർട്ടിഫിക്കറ്റിൽ ചിത്രം വരുന്നത്. പൈസ മുടക്കി ചെയ്തിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റിലും ഈ ചിത്രം വരിക. യഥാർത്ഥത്തിൽ മോദിയുടെ ചിത്രമല്ല, എന്റെ സുഹൃത്തായ ഷാജിയുടെ ചിത്രമാണ് ഈ വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റിൽ വരേണ്ടത്. കാരണം അദ്ദേഹമാണ് പണം മുടക്കിയത്, അദ്ദേഹമാണ് കൊണ്ടുപോയത്, ഈ വാക്സിനേഷൻ എടുത്ത് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. ഇനി കോവിഷീൽഡും കോവാക്സിനും നൽകിയവർക്ക് തന്നെയാണെങ്കിലും ഇങ്ങനെ വാക്സിനേഷൻ നൽകാൻ യൂണിയൻ സർക്കാരിന് ബാധ്യതയുണ്ടോ? അത് ഒരു ഔദാര്യമാണോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മിടുക്കാണോ? ദേശീയ ആരോഗ്യ പദ്ധതി അനുസരിച്ച് ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശപ്പെട്ട കാര്യമാണ് വാക്സിനേഷൻ. അത് ആരുടെയും പ്രത്യേകമായ ഔദാര്യമല്ല. സാർവത്രികവും സമഗ്രവുമായ ഒരു വാക്സിനേറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. നേരത്തെ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഗോവസൂരി പ്രയോഗം എന്ന പേരിൽ വാക്സിനേഷൻ നടന്നു. നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വാക്സിനേഷനാണ്. സ്കൂളുകളിലൊക്കെ വന്ന് നിർബന്ധിച്ചാണ് ഈ വാക്സിനേഷൻ എടുപ്പിക്കുന്നത്. ഏതാണ്ട് അതേപോലെ തന്നെ പകർച്ചവ്യാധികളുടെയും അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെയും സമയത്ത് നിലപാടുകൾ സ്വീകരിക്കാൻ കേന്ദ്ര നയമുള്ളതാണ്. ഹെൽത്ത് പോളിസി, രാജ്യത്തിന്റെ ഹെൽത്ത് പോളിസി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇത് സൗജന്യമാണ്, അത് താൻ നൽകിയതാണെന്ന ഭാവന ചിത്രം വയ്ക്കുന്നത്. ഇനി ഈ വാക്സിനേഷൻ വന്ന സമയത്തുള്ള ചില കാര്യങ്ങളെ നാം മറന്നുപോകരുത്. കേരളത്തിന് വാക്സിൻ തരാതിരിക്കുക, കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ നിർബന്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ പറഞ്ഞ യൂണിയൻ സർക്കാർ ചെയ്തതാണ്. അന്ന് കേരളത്തിൽ വാക്സിനേഷൻ ചലഞ്ചൊക്കെ വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഒടുവിൽ കോടതി വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ നൽകപ്പെടേണ്ടതാണെന്ന നിലയൊക്കെ വന്നപ്പോഴാണ് ഈ വാക്സിനേഷൻ എല്ലാവർക്കുമാണ് എന്ന നിലയ്ക്ക് ഒരു തീരുമാനം യൂണിയൻ സർക്കാർ എടുത്തത്. അതായത് അവകാശമായി ലഭിക്കേണ്ട ഒരു കാര്യം നൽകാതിരുന്നപ്പോൾ
ന്യായാസനങ്ങൾ ഇടപെടുകയും ജനങ്ങൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിവൃത്തികേട് കൊണ്ട് തന്നൊരു കാര്യമാണ് ഈ വാക്സിനേഷൻ. തീർച്ചയായും നാം ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് നൽകേണ്ട കടമയും ബാധ്യതയും യൂണിയൻ സർക്കാരിനുണ്ടായിരിക്കെ അത് നിവൃത്തിയാക്കാതെ ജനങ്ങളുടെ സമ്മർദ്ദത്താൽ, നിയമത്തിന്റെ സമ്മർദ്ദത്താൽ മാത്രം വാക്സിനേഷൻ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു ഓർമ്മയിൽ നിന്ന് പറയാണ്, വാക്സിൻ നിർമ്മിക്കുന്ന ഒരു സമയം വന്നപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ വാക്സിൻ നിർമ്മിക്കപ്പെട്ടു, പലതും ഇങ്ങോട്ട് നൽകാനൊക്കെ തയ്യാറായി, അതൊന്നും വാങ്ങിക്കാൻ തയ്യാറായില്ല. ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് വാക്സിനുകൾ വാങ്ങിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ വാക്സിൻ നിർമ്മിക്കാൻ സർക്കാർ പൊതുമേഖല ഉടമയിലുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാതെ, അങ്ങനെ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്നിട്ടോ അവർക്ക് യോഗ്യതകൾ ഇല്ലാതിരുന്നിട്ടോ അല്ല, അങ്ങനെയുള്ളവർക്ക് അവസരം കൊടുക്കാതെ 2 പ്രൈവറ്റ് കമ്പനികൾക്ക് അവസരം കൊടുക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയാണ് കോവാക്സിനും കോവിഷീൽഡും നിർമ്മാണത്തിൽ വരുന്നത്. ഇതൊക്കെ അന്നത്തെ പത്രത്തിൽ വായിച്ചൊരു ഓർമ്മയാണ്. ഇതൊക്കെ പഴയ കഥ. ഇനി ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പുറത്തു വന്നപ്പോൾ, ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചപ്പോൾ, അത് നിരോധിച്ചപ്പോൾ പുറത്തു വരുന്ന പല കണക്കുകളൊന്നും യഥാർത്ഥത്തിൽ മുഴുവനായിട്ട് വന്നിട്ടില്ല, അതിന്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് വന്നിട്ടില്ല. വന്ന കണക്കുകൾ അനുസരിച്ച് ഈ ആരോഗ്യ പ്രശ്നത്തിൽ, കോവിഷീൽഡിന്റെ പ്രശ്നത്തിൽ, അല്ലെങ്കിൽ കോവിഡ് വാക്സിനേഷന്റെ കാര്യത്തിൽ ഒരു വൻ അഴിമതി നടന്ന കാര്യം വെളിപ്പെടുക. അത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോദി നയിക്കുന്ന ഗവൺമെന്റ് 2 തരത്തിലുള്ള കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ്. ഒന്ന് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അത് ബോണ്ട് ജനവിരുദ്ധ പാർട്ടി ഒന്നാണ്. അത് സ്വകാര്യ കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡാണ്, ബോണ്ട് ജനവിരുദ്ധ പാർട്ടി. രണ്ടാമതൊന്നുള്ളത് നമ്മുടെ ഖജനാവാണ്, പബ്ലിക് ആണ്, ജനത്തിന്റെ ഈ ഭരണകൂടം എന്ന നിലയ്ക്കുള്ള പബ്ലിക് കമ്പനിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണം പരിശോധിച്ചാൽ ഈ കച്ചവടം നമുക്ക് കാണാൻ പറ്റും. കച്ചവടം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോണ്ട് ജനവിരുദ്ധ പാർട്ടിക്ക് നിങ്ങൾ ഫണ്ട് കൊടുത്താൽ പബ്ലിക് ഫണ്ട് നിങ്ങൾക്ക് നൽകും. അഥവാ ബോണ്ട് ജനവിരുദ്ധ പാർട്ടിക്ക് നിങ്ങൾ സംഭാവന നൽകുമ്പോൾ, ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകുമ്പോൾ നിങ്ങൾക്ക് വൻ കച്ചവടങ്ങൾ ഉറപ്പാക്കി തരും. സർക്കാരിന്റെ ഖജനാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. മോദി പറഞ്ഞ കുചേലന്റെ ഉപമ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവര് കൊടുത്താൽ സർവ്വതും നൽകുന്ന സ്വഭാവമാണ് മോദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. ഈ കോവിഷീൽഡ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് സർക്കാർ സഹായം നൽകിയത് എങ്ങനെയാണ്, അതിലൊരു വൻ അഴിമതി നടന്നത് എങ്ങനെയാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പാർലമെന്റിൽ കഴിഞ്ഞ വർഷം നൽകിയ കണക്കനുസരിച്ച് ഇന്ത്യ ആകെ വാങ്ങിയത് 36,500-ലധികം രൂപയുടെ കോവിഷീൽഡാണ്, വാക്സിനാണ്. 36,500-ലധികം രൂപയുടെ വാക്സിൻ. എന്നാൽ അതിന്റെ 79% വാങ്ങിയത് കോവിഷീൽഡിൽ നിന്നാണ്. 25,500 കോടി രൂപയുടെ 25,500 കോടി രൂപയുടെ വാക്സിൻ വാങ്ങിയത് കോവിഷീൽഡിൽ നിന്നാണ്. ബാക്കിയാണ് പുറത്തുനിന്നുള്ളത്. 79%. അങ്ങനെ നൽകാനായിട്ട് അതിനു മുൻപുള്ള ഓഗസ്റ്റിൽ, ഈ വാക്സിൻ വാങ്ങുന്നതിന് മുമ്പുള്ള ഓഗസ്റ്റിൽ കോവിഷീൽഡ് കമ്പനി ആധാർ പൂനാവാല എന്ന് പറയുന്നയാൾ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് നൽകിയത്, ബോണ്ട് ജനവിരുദ്ധ പാർട്ടിക്ക് നൽകിയത് 52 കോടി രൂപയാണ്. അതായത് 1 കോടി രൂപ ബോണ്ട് പാർട്ടിക്ക് നൽകുമ്പോൾ തിരിച്ച് 500 കോടിയുടെ കച്ചവടം നടത്തി കൊടുക്കും. 500 കോടി രൂപ കൊള്ളയടിക്കാൻ അനുവാദം കൊടുക്കും. പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് മുഖേനയാണ് 82 കോടി രൂപ BJPക്ക് ചെന്ന് ചേർന്നത്. അതിനുശേഷം 79% വാക്സിനുകൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് 25,500 രൂപയിലധികം രൂപയുടെ കൊള്ള നടത്താൻ, നമ്മുടെ നികുതിപ്പണം കവർന്നെടുക്കാൻ, നമ്മുടെ ആരോഗ്യത്തിൽ ഇടപെടാൻ സർക്കാർ അനുമതി കൊടുത്തു. യഥാർത്ഥത്തിൽ കോവിഷീൽഡ് മെച്ചപ്പെട്ട ഒരു വാക്സിനാണോ, ലോക നിലവാരത്തിലുള്ളതാണോ? അല്ലെന്നുള്ളതാണ് വാസ്തവം. പലയിടത്തും അംഗീകരിക്കപ്പെടാത്തതാണ്. അങ്ങനെ ഒരു വാക്സിൻ നമ്മളിൽ അടിച്ചേൽപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഖജനാവിൽ നിന്ന്, നമ്മുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് 25,500 കോടി രൂപ തട്ടിയെടുത്ത് ആധാർ പൂനാവാലയുടെ കമ്പനിക്ക് കോവിഷീൽഡിന് നൽകിക്കൊണ്ട് ഒരു വൻ കൊള്ള നടത്തി എന്നുള്ളതാണ് കോവിഡ് വാക്സിനെ സംബന്ധിച്ച മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ബോണ്ട് ജനതാ പാർട്ടിക്ക്, ബോണ്ട് ജനവിരുദ്ധ പാർട്ടിക്ക് പണം നൽകൂ,
സർക്കാരിന്റെ ഖജനാവ്, ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള അവകാശം എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരും. സർക്കാരിന്റെ ഖജനാവ് നിങ്ങൾക്ക് തുറന്നു തരും. രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള സാഹചര്യം മുഴുവൻ ഒരുക്കി തരും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി.